2025 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച LPST ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് വർഷങ്ങളോളം പഠിച്ചു, പരീക്ഷ എഴുതി. ഒരു ചോദ്യം മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത്: റാങ്ക് ലിസ്റ്റ് നൽകിയത് എന്തിന്? നിയമം നൽകാൻ മനസ്സില്ലെങ്കിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തി നീതി ചോദിക്കുന്ന ഈ യുവാക്കളുടെ ശബ്ദം ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള സർക്കാരിനോടുള്ള ചോദിക്കുന്ന വലിയ ചോദ്യമായി മാറുകയാണ്. പുറത്തുവന്നിട്ട് 9 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നിയമ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ PSCയുടെ ഭാഗത്തുനിന്നോ ഇവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ, ഭാവിയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകർ ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലെഴൽ സമയത്തിന് വേണ്ടി തുനിയുന്നത്. പേരെന്താണ്? രുക്മ. ചേച്ചിയുടെ പേരെന്താണ്? ജിബി. ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുക 1ാം റാങ്കും 2ാം റാങ്കും ആയിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങിച്ച ആൾക്കാരാണ് ഇവർ. എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, ഇപ്പോൾ നിങ്ങൾ മുട്ടിലെഴേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതെ, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 9 മാസമായി. ഞങ്ങൾക്ക് അഡ്വൈസ് വന്നിട്ട് 7 മാസമായി. ഇന്ന് വരെ അറിയാവുന്നത് അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ അല്ലെ 90 ദിവസത്തിനുള്ളിൽ നിയമനം കിട്ടും. ഞങ്ങൾ 3 മാസം കാത്തു, 6 മാസം കാത്തു. ഇത് 7ാം മാസമാണ്. ഇതുവരെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ഇല്ല, ഡിവിഷൻ ഫോളാണ് എന്നൊക്കെയുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നുള്ള ക്ലീഷേ ഡയലോഗ് പറയുന്നില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഇത്രയും വലിയ റാങ്കൊക്കെ നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം, അത്രയേ ഉള്ളൂ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ പബ്ലിക്കിനെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം. വെറുതെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റുകൾ ഇട്ടിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതിനുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സമരം. ഇത്രയും കഷ്ടപ്പെട്ട് കൊച്ചു കുട്ടികളെ കൊണ്ടുവരെ എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലി അതവർക്ക് കിട്ടുന്നില്ല. അവർക്ക് അർഹിച്ച ജോലി അവർക്ക് കിട്ടുന്നില്ല. നിയമപരമായി അവർക്ക് കിട്ടേണ്ട ജോലിയാണ്. കള്ളവഴിയിൽ കൂടെയോ പിൻവാതിൽ നിയമനത്തിലൂടെയോ കിട്ടിയ ജോലിയല്ല, അവർ പഠിച്ചു വാങ്ങിച്ച ജോലിയാണ്. ആ ജോലിയാണ് അവർക്ക് നിഷേധിക്കുന്നത്. ഓരോ സെക്രട്ടേറിയറ്റ് സമരവും ഓരോ കഷ്ടപ്പെട്ട് പഠിച്ചവൻ മുട്ടിലെഴുന്ന ഒരു അവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടും ഞങ്ങൾ PSC റാങ്ക് ഹോൾഡേഴ്സിലായി. ഒരുപാട് രാവുകളിൽ, അതായത് ഉറക്കമില്ലാതെ, ഞങ്ങളുടെ കുട്ടികളുടെയും ഭർത്താവിനെയും നോക്കാതെ ഞങ്ങൾ പഠിച്ചു നേടിയ ഒരു റാങ്കാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ 139ാമത്തെ റാങ്ക് ഹോൾഡേഴ്സാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇത് തന്നെയാണ് 165ഓളം ഫസ്റ്റ് പോസ്റ്റിംഗ് പോയി. ആ സമയം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ സർവീസിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ ഫസ്റ്റ് റാങ്കുകാർ പോലും ഞങ്ങൾക്ക് ഇതുവരെയും കയറാൻ പറ്റിയില്ല. ഇനിയൊരു ചാൻസ് എനിക്കില്ല. ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും പ്രായം കൂടിയ, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ്. PSCക്ക് ഇനിയൊരു ഇതില്ല, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഏറ്റവും പ്രായം കൂടി, അതായത് എൻ്റെ ഏജ് ഓവറായി. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു ലിസ്റ്റിൽ വന്നു ജോലി നേടാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ അവസാന ചാൻസാണ്. ഞങ്ങൾക്ക് അധികാരികൾ എന്തായാലും ഞങ്ങളുടെ വാക്കൻസികൾ ഞങ്ങൾക്ക് തന്നെ തരുക, അല്ലാതെ പിൻവാതിൽ നിയമനം നടത്തി അവർക്ക് ഒഴിവുകൾ കൊടുക്കാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ഞങ്ങൾക്ക് തരുക തന്നെ ചെയ്യുക. അതുവരെ ഞങ്ങൾ ഈ നിരാഹാരം ഞങ്ങൾ തുടരും. ഈ റാങ്ക് ലിസ്റ്റ് വന്നത് 2025 മെയ് 31-നാണ്. അതിനുശേഷം അഡ്വൈസ് വന്ന 1ാം റാങ്കിന് പോലും ഇതുവരെ ഒരു അപ്പോയിന്റ്മെന്റ് ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ DDയിലും DGയിലും ഒക്കെ അന്വേഷിക്കുമ്പോൾ വേക്കൻസി ഇല്ല എന്നൊരു മറുപടി മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ ലിസ്റ്റിലാണെങ്കിൽ 140 എത്രയോ പേര് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ പോയതാണ്. നമുക്ക് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് എത്ര പേരാണ് കയറുന്നത്? 579 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വലിയ ലിസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇതിൽ പകുതി ഉള്ളവർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ അടുത്തൊരു എക്സാം നടത്തും. അങ്ങനെ എക്സാമുകൾ നടന്നിട്ട് ഒരു കാര്യവുമില്ല. ആൾക്കാരെ എടുക്കണം, ഉള്ളവർക്ക് ജോലി കൊടുക്കണം. ഇപ്പോൾ ഉള്ളവർക്ക് ജോലി കൊടുത്താലല്ലേ ഇനി വരുന്ന തലമുറയ്ക്കും പഠിച്ച് ജോലി നേടാനുള്ളൊരു പ്രചോദനം ആവുകയുള്ളൂ. എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാണിക്കുന്ന മനോഭാവം എന്ന് അറിയത്തില്ല. നമുക്ക് നീതി വേണം, അതിനു വേണ്ടിയാണ് നമ്മുടെ സമരം. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പം തന്നെ ഇത്രയും ആയിട്ടും ബാക്കി എയ്ഡഡ് സ്കൂളുകാരെയൊക്കെ അവർ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. BRCയിലും ഒക്കെ എയ്ഡഡുകാരെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് അധ്യാപകരെ BRCയിലൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ അധ്യാപകരെ ഗവൺമെന്റ് അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈ റിട്ടയർമെന്റ് വേക്കൻസികളൊക്കെ നമുക്ക് കിട്ടും. നമുക്കും അവസരങ്ങൾ, ജോലിക്കുള്ള അവസരം കിട്ടും. അല്ലാതെ ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന വർഷം ഇപ്പോൾ 40 വയസ്സ് വരെ മുന്നോട്ടാക്കി. ഈ 40 വയസ്സ് വരെ മുന്നോട്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ജോലിയല്ലേ അത്യാവശ്യം വേണ്ടത്. അതിനു വേണ്ടിയാണ്, നീതിക്കായിട്ടുള്ള ഒരു സമരമാണ് നമ്മുടേത്. പഠിച്ചു
3 ദിവസമായി നിരാഹാരം സമരം നടക്കുന്ന ഈ ടീച്ചർ LPS ടീച്ചർ റാങ്ക് ലിസ്റ്റ് വേദിയിൽ നിന്നും നിരാഹാര സമരത്തിൽ നിന്നും തളർന്നു വീണ ഒരു ടീച്ചറെ, ഒരു അധ്യാപകനെ, ഭാവിയിൽ ഒരു അധ്യാപകയാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 3 ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ട് പഠിച്ചു കിട്ടിയ ഒരു റാങ്കിന് വേണ്ടി, പഠിച്ചു കിട്ടിയ ഒരു ജോലിക്ക് വേണ്ടിയാണ് അവർക്ക് ഈ ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ദിവസങ്ങളോളം നിരാഹാരം കിടന്ന് ഇപ്പോൾ തളർച്ചയാണ് അവർക്ക് ഉണ്ടായത്. കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ചേച്ചിയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അവരെയാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. വരുന്ന ഒരു വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ PSC ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിയമനം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. എത്ര വർഷത്തെ കഷ്ടപ്പാടായിരുന്നു ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് എത്തുക എന്നുള്ളത്? 3-4 വർഷത്തെ കഷ്ടപ്പാട് തന്നെ ഉണ്ട് ഇതിന്. 3-4 വർഷത്തെ രാപ്പകൽ കഷ്ടപ്പാടാണ് ഇപ്പോൾ മുട്ടിലെഴുതി തീർക്കുന്നത് അല്ലേ? അധ്യാപകരായി ഡെയിലി വേജ് ആയിട്ട് സ്കൂളിൽ നമ്മൾ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് രാത്രിയിൽ ഉറക്കളച്ച് പഠിച്ചിട്ടാണ് ഈ ലിസ്റ്റിലെത്തിയത്. അപ്പോൾ നിയമനം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്, വളരെ വിഷമമുണ്ട്. നമ്മൾ അത്രയും പകലില്ലാതെ ഇരുന്ന് പഠിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഈ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് വളരെയധികം വിഷമമുണ്ട്. ഞങ്ങൾക്ക് കുറേ നാളുകൊണ്ടേ ഉള്ളൊരു സ്വപ്നമാണ്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. റാങ്ക് ലിസ്റ്റ് വന്നപ്പം തന്നെ എനിക്കിപ്പം തന്നെ വയസ്സ് തന്നെ 35 വയസ്സുണ്ട്. നമ്മൾ ഈ പ്രായത്തിലും കിടന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വീട്ടുകാർ, കുഞ്ഞുങ്ങളെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. തുടർച്ചയായ 3-ാം ദിവസമാണ് നമ്മൾ തമ്മിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ കാണുന്നത്. എന്തെങ്കിലും ഒരു നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്? ഇല്ല, സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. ഇനി 5-6 ദിവസം, അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കടുത്ത സമരമുറകളിലേക്ക് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനേക്കാട്ടിൽ കടുത്ത സമരമുറകളിലേക്ക് ഞങ്ങൾ കിടക്കും. കാരണം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ സ്വപ്നമാണ്. തീർച്ചയായും 40 വയസ്സ് വരെ ഉള്ളവർക്കാണോ, എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ പ്രായപരിധി? 40 വയസ്സ് വരെയാണ് അധ്യാപക പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി. 40 വയസ്സ് കഴിഞ്ഞവർ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇനി ഒരു പരീക്ഷ എഴുതുവാനോ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനോ സാധിക്കില്ല. അപ്പം അത്തരം ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു സമര പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. നിരാഹാരം കഴിഞ്ഞ ഇപ്പോൾ തന്നെ അതാ 3 ദിവസമായിട്ട് നിരാഹാരം കിടക്കുകയാണ്. 3 ദിവസമായപ്പോഴത്തേന് അവരുടെ ശാരീരിക നിലയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതിനെ തുടർന്നാണ് ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള നിരാഹാര സമരം തുടരാനാണോ? നിരാഹാര സമരം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകുന്നത് വരെ ഉറപ്പായിട്ട് ഞങ്ങൾ നിരാഹാര സമരവും ഒപ്പം ഇതിനേക്കാൾ കടുത്ത രീതിയിലേക്കുള്ള സമരമുറകളിലേക്കും കടക്കും. സ്വപ്നം കണ്ടൊരു ജോലിയുണ്ട്, 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരമേകും സൗഭാഗ്യം. പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പ്രഹസന സർവീസ് കമ്മീഷനായി PSC മാറിയിരിക്കുകയാണ്. PSC പഠിക്കാൻ മാത്രമല്ല മറിച്ച് സമരം ചെയ്യാൻ കൂടി പഠിക്കണമെന്നാണ് ഇത്തരത്തിലുള്ള സമര പന്തലുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായും ഇത്രയും ഒരു ദുരവസ്ഥ, ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട യുവജനങ്ങൾക്ക് വളരുന്നത് വളരെ കഷ്ടപ്പെട്ടൊരു അവസ്ഥ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ. അതായത് സ്റ്റുഡൻസ് ടീച്ചർ റേഷ്യോ 1:25 മാറ്റുക, അതുപോലെ തന്നെ HM-നെ ക്ലാസ് ചാർജിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഉത്തരം പറയൂ, നീതി നൽകൂ. അപ്രഖ്യാപിത നിയമനം അവസാനിപ്പിക്കുക. ആന്റിസിപ്പേറ്ററി വേക്കൻസികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക.